ഉദ്യോഗസ്ഥ അനാസ്ഥയിൽ കുടുങ്ങി കാസർഗോഡ് പീലിക്കോട് തിരുനെല്ലി അംഗൻവാടി പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടെങ്കിലും ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിന് സ്ഥലമുണ്ടെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ അന്തിമ അനുമതി നൽകാത്തതാണ് കെട്ടിട നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് ആരോപണം. പ്രദേശവാസിയായ PV നാരായണൻ തന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി 22 വർഷം മുൻപ് വിട്ടു നൽകിയ ഭൂമിയിലാണ് പഴയ അംഗനവാടി കെട്ടിടം പ്രവർത്തിച്ചിരുന്നത്. കാലപ്പഴക്കം ചെന്ന് കെട്ടിടം ജീർണാവസ്ഥയിലായതോടെ കഴിഞ്ഞ വർഷം നവംബറിലാണ് പൊളിച്ചു നീക്കിയത്. പുതിയ കെട്ടിടത്തിന്റെ പണി ഉടൻ ആരംഭിക്കുമെന്ന ഉറപ്പോടെ തറക്കല്ലിട്ടെങ്കിലും മാസങ്ങളായി തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. കെട്ടിടം പൊളിക്കുന്ന സമയത്ത് താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ സമീപത്തെ അമ്യംകണ്ടം തറവാട്ടിലാണ് ആദ്യത്തെ 6 മാസം അംഗനവാടി പ്രവർത്തിച്ചത്. പിന്നീട് 2 സ്ഥലങ്ങളിലേക്ക് കൂടി പ്രവർത്തനം മാറ്റേണ്ടി വന്നു. നിലവിൽ പ്രദേശവാസിയായ നാരായണന്റെ വീട്ടിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത്. 3 സ്ഥലത്തേക്ക് ഈ കുട്ടികളെയും കൊണ്ട് ഈ ടീച്ചറും പിന്നായും പോകുന്നൊരവസ്ഥയുണ്ടായി. ഒന്ന് ഇവിടെ വന്നു, ഒന്ന് ആടെ പോയി, ഒന്ന് അമ്മയങ്കണ്ടം തറവാട്ടിൽ പോയി. ഇവിടെയെല്ലാം പോയിട്ടാണ് ഈ കുട്ടികളെയും കൊണ്ട് ഇതുവരെ സംരക്ഷിച്ച് വന്നത്. ആ വെള്ളം നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഞാനെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വാർഡ് മെമ്പറോട് അടക്കം പറഞ്ഞിട്ടുണ്ട്. ഈ 2 സൈഡിലും അയാൾ വെറുതെ തന്ന സ്ഥലമാണ്. ആ വെറുതെ തന്ന സ്ഥലത്ത് 2 സ്ഥലത്തും 2 ഭാഗത്തും ഒരു 5 വണ്ടി മണ്ണിട്ടാലെങ്കിൽ ആ അംഗനവാടിയിൽ വെള്ളം കയറുന്നത് ഒഴിവാകുമായിരുന്നു. അതിനുപോലും നമ്മളെ പഞ്ചായത്ത് അധികാരി തയ്യാറായില്ല. ഓരോ ഇടങ്ങളിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ടുള്ള ഈ സ്ഥലം മാറ്റം കുട്ടികളെയും ജീവനക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് 29 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചേർന്ന് 10 ലക്ഷം രൂപയും പദ്ധതിക്കായി അനുവദിച്ചിരുന്നു. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ കെട്ടിട നിർമ്മാണത്തിന് അന്തിമ അനുമതി നൽകാത്തതാണ് പ്രതിസന്ധിയെന്ന് ജില്ലാ പഞ്ചായത്ത് പറയുന്നു. പ്രശ്നം എന്തായാലും അടിയന്തര പരിഹാരം കണ്ട് കെട്ടിട നിർമ്മാണം ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാനും അംഗനവാടി വെൽഫെയർ കമ്മിറ്റിയും നാട്ടുകാരും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.